നമസ്കാരം. ഇപ്പൊ ഒരു ഉമ്മയാണല്ലോ കോൺഗ്രസ്സുകാർക്കിടയിൽ ട്രെൻഡ്. ഉമ്മയെന്ന് വെച്ചാൽ വാപ്പയും ഉമ്മയും രക്ഷിതാവെന്നുള്ള ഉമ്മയല്ല, ഒരു മുത്തുകൗ അഥവാ മുത്തം അഥവാ ചുംബനം. അതാണല്ലോ വല്ലാത്ത രീതിയിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ഈ കാണുന്നത്. ഈ വേദിയിലേക്ക് ആവേശത്തിരമാല സൃഷ്ടിച്ചുകൊണ്ട് ഈ സദസ്സിലേക്ക് പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാ അനുഗ്രഹവും ആശീർവാദവും ഏറ്റുവാങ്ങി പ്രിയപ്പെട്ടവരെ കടന്നു വന്നിരിക്കുകയാണ്. ജൂൺ മാസം 19 നടക്കുന്നത് നമ്മളെ സംബന്ധിച്ച് കേവലം ഒരു തിരഞ്ഞെടുപ്പല്ല, ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പോരാട്ടത്തിൽ നമ്മളുടെ പ്രതീക്ഷയായി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ ആര്യൻ. പ്രിയപ്പെട്ട ശ്രീ ആര്യാനും ഷോട്ടത്താണ് മത്സരിക്കുന്നത്. ഏത് കൊമ്പനായാലും ഏത് കൊമ്പത്തെ കൊമ്പനായാലും ജയിക്കുന്നത് ആര്യാനും ഷോട്ടത്തായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി ഒരു കൈയായി ഒരു മെയ്യായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. കണ്ടില്ലേ, എത്ര സ്വാഭാവികമായിട്ടുള്ള രംഗമാണ്. ആത്മബന്ധത്തിന്റെ ഉത്തമ മാതൃകയാണ്. കോൺഗ്രസ്സുകാരുടെ ഉള്ളിലെ ഭാവനകളാണ്. ആ രംഗം വെച്ചിട്ട് കോൺഗ്രസ്സുകാരുടെ പ്രൊഫൈലിലെല്ലാം വലിയ ഐക്യമാണ്, വെറുപ്പിന്റെ ഇടങ്ങളിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്ന രീതികൾ എന്നുള്ള പ്രചരണങ്ങൾ ശക്തമാക്കുമ്പോൾ ഈ ഉമ്മ കണ്ടിട്ട് നിങ്ങൾ അങ്ങ് വിശ്വസിക്കുകയാണോ? ഇത് സ്വാഭാവികമായി സംഭവിച്ചതാണ്. ഒരു വേദിയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട്, അതായത് തന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത VS ജോയിയെ അപ്രതീക്ഷിതമായിട്ട് ആ വേദിയിൽ വെച്ച് കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. സ്വാഭാവികമായി സംഭവിച്ചത് എന്നല്ലേ നിങ്ങൾ കരുതുന്നത്? എന്നാ ഇതൊക്കെ ഒരു PR വർക്കാണ്. അപ്പോൾ ഉടനെ പറയും, കണ്ടില്ലേ, ഏതെങ്കിലും നല്ല കാഴ്ചകൾ കണ്ടാൽ ഉടനെ അതിനെക്കുറിച്ചെല്ലാം മോശം പറയുന്നു. അങ്ങനെ അല്ലെന്നേ, നിങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ പോരെ. അതായത് എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഈ കോൺഗ്രസ്സുകാരുടെ കെട്ടിപ്പിടി മുത്തം കൊടുപ്പെന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ കാഴ്ചയൊന്നുമല്ല. നമ്മൾ ഇതേ കാഴ്ച വലിയ പുറകെയൊന്നും പോകണ്ട. ഈ അടുത്ത കാലത്ത് ഒരു കാഴ്ച ഇതുപോലെ നിങ്ങളെ കുളിരണിയിച്ചിരുന്നു. ആ കാഴ്ച നിങ്ങൾക്ക് വല്ലാത്ത രോമാഞ്ചം നൽകിയിരുന്നു. ആ കാഴ്ച നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ കൂടി നോക്കിയിരുന്നു. എവിടെയാണ് കണ്ടതെന്ന് ഓർമ്മയുണ്ടോ? അധികം വൈകിട്ടൊന്നുമില്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 1 വർഷം ആകുന്നേ ഉള്ളൂ. നമ്മൾ തൃശ്ശൂരിൽ ഇതിന് സമാനമായ ഒരു കാഴ്ച കണ്ടു. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഉമ്മ. നിങ്ങൾ മറന്നില്ലേ ആ ഉമ്മ? എങ്കിൽ ആ ഉമ്മയും ആ ചുംബനവും നിങ്ങൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. കാര്യം ചില ചുംബനങ്ങളുടെയൊക്കെ രാഷ്ട്രീയം എന്താണ്, അതിന്റെ പിന്നിലെ പാലം വലി, കാലുവാരലിന്റെയൊക്കെ ഒരു രാഷ്ട്രീയം കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട്. അതിന്റെ ഒരു പ്രതീകമാണ് ഇത്തരം ഉമ്മകൾ എന്ന് പറയേണ്ടി വരികയാണ്. അപ്പോ അന്ന് തൃശ്ശൂരിലെ ആ പഴയ ചുംബനം. കണ്ടില്ലേ, തനിക്ക് പകരക്കാരനായി കോൺഗ്രസ് അവിടെ നിയോഗിച്ച K മുരളീധരൻ അദ്ദേഹത്തിന്റെ റോഡ് ഷോയാണ് തുടയ്ക്കുന്നു. ക്യാമറകൾ കണ്ട ഉടനെ അദ്ദേഹത്തിന്റെ മുഖത്തെ ആ മേക്കപ്പ് എല്ലാം കൃത്യമാക്കുന്നു. ഏറ്റവും ഒടുവിൽ നിർദ്ദേശാനുസരണം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ആ ഉമ്മ കൊടുത്തിട്ട് എന്താണ് ഇന്നത്തെ അവസ്ഥ? അവിടെ ആദ്യമായിട്ട് താമര വിരിഞ്ഞു. കണ്ടില്ലേ, ഇങ്ങനെ ഉമ്മ കൊടുത്ത് കെട്ടിപ്പിടിച്ചതിന് ശേഷം 82,000 വോട്ട് നേരെ സംഘപരിവാറിന് പോയി. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത്രയും വലിയ സ്നേഹസമ്പന്നരായി നിന്ന അവിടെ ആരാണ് കാലുവാരിയത്? അതിന് കാരണക്കാരൻ ആരാണെന്ന് പിന്നീട് KPCC പറയുന്നു. അതേ ഉമ്മം കൊടുത്ത TN പ്രതാപൻ തന്നെ കാലുവാരിയിട്ടുണ്ടെന്ന്. ഇവിടെ ഇപ്പൊ കാല് വാരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉമ്മയാണ്. ഇതെന്തുകൊണ്ടാണ് നാടകമെന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിക്കുക. നമുക്ക് വേണ്ടി ഒരാൾ ത്യാഗപൂർണമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുകയാണ്. ഈ സ്ഥാനാർത്ഥിത്വം തന്നെ നിങ്ങൾ അതിനെടുക്കുക. അതായത് VS ജോയി അങ്ങനെ ഒരു തീരുമാനം പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ താൻ മത്സരത്തിനില്ല, ആര്യാടനോടൊപ്പം പാർട്ടി തീരുമാനിച്ച ആളോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന പ്രഖ്യാപനം വരുന്നു. ആ പ്രഖ്യാപനം വന്നിട്ട് ഇപ്പൊ എത്ര ദിവസം? ഏകദേശം 10 ദിവസത്തോളം ആകുന്നുണ്ട്, ആണല്ലോ അല്ലെ?
ഒരു സംഭവം നമുക്ക് ഒരാളടുത്ത് ഒരു പ്രത്യേക വാത്സല്യം, സ്നേഹം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ നമുക്ക് അയാളോട് ഒരു പ്രത്യേക താല്പര്യമോ സ്നേഹമോ തോന്നാതിരിക്കില്ല, 100% തോന്നും. പക്ഷെ ആ വ്യക്തിയെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സ്വാഭാവികമായി ഒരാളുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു വികാരം പൊട്ടി പുറത്തേക്ക് വരും. അത് അറിയാതെ അങ്ങ് പ്രകടിപ്പിച്ചു. പക്ഷെ കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണത്തിന് ഫുൾ ടൈം കൂടെയുള്ള വ്യക്തിയാണ് VS ജോയ് ആണല്ലോ. അദ്ദേഹം ആ തീരുമാനം എടുത്തതിന് ശേഷം പലതവണ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു. പിന്നെ ഇന്നലെ എന്തിനായിരിക്കും ചെയ്തിട്ടുള്ള, നിങ്ങൾ തന്നെ ആലോചിക്കൂ. അത്രേ ഉള്ളൂ. അതൊരു പുതുമയല്ല, ഒരു ആവേശമല്ല. ആൾക്കാരുടെ മുന്നിൽ നമ്മളൊന്ന് കാണിക്കണ്ടേ, PR ആണോ അല്ലയോ, അത്രേ ഉള്ളൂ. ഈ VS ജോയിയെ ഈ വേദിയിൽ വെച്ചാണ് ആ ഒരു തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷം, അല്ലെങ്കിൽ താൻ സ്ഥാനാർത്ഥിയാകുന്നില്ല, പാർട്ടി തീരുമാനിച്ച ആൾക്കൊപ്പം നിൽക്കുന്നുണ്ട് എന്ന ആ പ്രഖ്യാപനം വന്നതിന് ശേഷം ഈ വേദിയിൽ ഈ സന്ദർഭത്തിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇത് ചെയ്തെങ്കിൽ നമുക്ക് അതിന് ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ ഇതൊക്കെ PR തന്ത്രമാണ്. ആ PR തന്ത്രമാണെന്ന് പറയാൻ ഈ കെട്ടിപ്പിടി ഉമ്മുവെപ്പൊക്കെ ഇവരുടെ ഒരു സ്ഥിരം ശൈലിയാണ്, അത് ഇവരുടെ റീൽസ് ആണെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്നല്ലേ മറ്റൊരു വ്യാജം കാണിക്കുന്നത് നോക്കി. മൂക്കിട്ട് ഉരയ്ക്കുന്നതിന്റെയൊക്കെ ആ റീൽസ് പുറത്തേക്ക് വരുന്നത്, ഇതെന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ്? ഇതെന്താണ് നാട്ടുകാർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം? നമ്മൾ തമ്മിലുള്ള ആത്മബന്ധമാണോ? അതാണോ രാഷ്ട്രീയം? അല്ല. രാഷ്ട്രീയം പറയേണ്ടടുത്ത് രാഷ്ട്രീയം പറയണം. ആൾക്കാർക്കിടയിലേക്ക് ചില കുളിരുകൾ ഇട്ട് കൊടുക്കുന്ന ദൃശ്യങ്ങൾ ഇവർ തന്നെ മനഃപൂർവ്വം സ്ക്രിപ്റ്റ് ഇട്ട് തയ്യാറാക്കിയതിനു ശേഷം അത് പുറത്തേക്ക് പ്രചരിപ്പിച്ച് സ്നേഹത്തിന്റെ കട എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങ് വിശ്വസിക്കണോ? ഒരിക്കലും വിശ്വസിക്കില്ലെന്ന്. ഇതെല്ലാം തരികിടയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറയുന്നത്. ഇമാതിരിയുള്ള ചില പൊടിക്കൈകളാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് രാഷ്ട്രീയം സംസാരിക്കേണ്ടടുത്ത് രാഷ്ട്രീയമോ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ജനങ്ങളോട് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനൊന്നുമില്ല. അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇമാതിരിയുള്ള ഗിമ്മിക്കുകളാണ് ഇവരുടെ ആയുധം. അതുകൊണ്ട് ആ ചുംബന രാഷ്ട്രീയം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്ത് നടന്ന പോലെ ഒരു ചുംബന സമരത്തിൽ ആളെ കൂട്ടാൻ പറ്റുമെന്ന നിലയ്ക്കൊക്കെ ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ്. പരസ്പരം കണ്ടാൽ കൊല്ലാൻ നിൽക്കുന്നവർ, കാലുവാരാൻ നിൽക്കുന്നവർ, VS ജോയ് കാലുവാരുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ കൂടി സമാധാനിപ്പിച്ച് ഒരു PR വർക്കാക്കി അദ്ദേഹവും ഷൗക്കത്തും തമ്മിൽ ഇപ്പോൾ വലിയ ആത്മബന്ധമാണെന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗം മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്നതിന്റെ തെളിവാണ് PV അൻവറിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം യൂത്ത് വ്യാജൻ തലയിൽ മുണ്ടിട്ട് അർദ്ധരാത്രി ആ വീട്ടിൽ പോയത്. അൻവർ ഒരു ഹെഡേക്ക് അല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ പ്രവൃത്തി ചെയ്തത്. അതാണിവർ. അടിമുടി ഉഡായിപ്പാണ്, അടിമുടി കലർപ്പാണ്. അതുകൊണ്ട് ജനം മനസ്സിലാക്കുക, അല്ലെങ്കിൽ കോൺഗ്രസ് അണികളും ലീഗന്മാരും മനസ്സിലാക്കുക, കെട്ടിപ്പിടിയിലും ചുംബനത്തിലുമൊന്നും അല്ല രാഷ്ട്രീയിരിക്കുന്നത്. ശക്തമായിട്ടുള്ള നിലപാടുകൾ, ഭരണകർത്താക്കൾ ചെയ്ത തെറ്റുകളെ തുറന്നു കാട്ടുക, സത്യസന്ധമായിട്ട് രാഷ്ട്രീയം പറയുക, ഇതൊന്നും ഇല്ലാത്തിടത്തോളം കാലം ഇമാതിരിയുള്ള ഊള നമ്പറുകളിൽ ഇവർക്ക് ജീവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഈ 3 ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടിത്തരുന്നത്.